വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം 19 വാക്യങ്ങൾ 11 മുതൽ 27 വരെ. ജനക്കൂട്ടം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു യെരുശലേമിനെ സമീപിക്കുകയും ദൈവരാജ്യം ഉടനെ വെളിപ്പെടുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നതുകൊണ്ട് യേശു ഈ ഉപമ കൂടി അവരോട് പറഞ്ഞു. കുലീനനായ ഒരാൾ രാജാധികാരം പ്രാപിച്ച് മടങ്ങി വരുവാൻ ദൂരദേശത്തേക്ക് പോയി. അവൻ തന്റെ ദാസന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയങ്ങൾ കൊടുത്തിട്ട്, ഞാൻ വരുന്നതുവരെ വ്യാപാരം ചെയ്യുവീൻ എന്ന് പറഞ്ഞു. സ്വന്തം പട്ടണക്കാർ അവനെ വെറുത്തിരുന്നു. അതുകൊണ്ട് അവർ അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ച്, അവൻ ഞങ്ങളുടെ രാജാധികാരിയായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറയിച്ചു. അവൻ രാജാധികാരമേറ്റ് മടങ്ങി വന്നപ്പോൾ താൻ പണം ഏൽപ്പിച്ചിരുന്ന ദാസന്മാരിൽ ഓരോരുത്തരും വ്യാപാരം ചെയ്ത് എന്ത് നേടിയെന്നറിയുവാൻ അവരെ വിളിക്കുവാൻ കൽപ്പിച്ചു. ഒന്നാമത്തെ ദാസൻ വന്ന്, എൻ്റെ യജമാനെ, നീ എനിക്ക് തന്ന നാണയം കൊണ്ട് ഞാൻ 10 നാണയം ലാഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവനോട്, കൊള്ളാമത്തോ ദാസ, അല്പത്തിൽ വിശ്വസനായി കണ്ടതിനാൽ നീ 10 പട്ടണത്തിൽ അധികാരിയായിരിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമൻ വന്ന്, എൻ്റെ യജമാനെ, നീ എനിക്ക് തന്നതായ നാണയം കൊണ്ട് ഞാൻ 5 നാണയം ലാഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവനോടും പറഞ്ഞു, നീയും 5 പട്ടണത്തിന് അധികാരിയാകുക. വേറൊരുവൻ വന്നിട്ട്, എൻ്റെ യജമാനെ, ഇതാ നിന്റെ നാണയം, ഞാനത് തൂവാലയിൽ പൊതിഞ്ഞ് കൈവശം വെച്ചിരുന്നു. നീ കഠിന മനുഷ്യനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമായതിനാൽ ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. യജമാനവനോട്, ദുഷ്ടദാസ, നിന്റെ മൊഴി കൊണ്ട് തന്നെ ഞാൻ നിന്നെ വിധിക്കും. ഞാനൊരു കഠിന മനുഷ്യനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എൻ്റെ നാണയം പലിശയ്ക്ക് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്? ഞാൻ വന്ന് എൻ്റെ നാണയം പലിശയോടുകൂടി വാങ്ങുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അവൻ തന്റെ മുമ്പിൽ നിന്നിരുന്നവരോട്, എൻ്റെ നാണയം അവനിൽ നിന്നും എടുത്ത് 10 നാണയമുള്ളവനെ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനുടെ യജമാനെ, ഇവനെ 10 നാണയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവനെ കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുള്ളതും കൂടി എടുക്കപ്പെടുകയും ചെയ്യും. ഞാൻ രാജാധികാരം പ്രാപിക്കുന്ന സമ്മതം ഇല്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവീൻ. വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം വായിച്ചിരിക്കുന്നു. നാളെ ഇവിടെ വിശുദ്ധ കുർബാന ഇല്ലാത്തതുകൊണ്ട് വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ച കുർബാനയ്ക്ക് വായിക്കേണ്ട വേദഭാഗം കൂടെ വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17 അധ്യായത്തിൻ്റെ 22 മുതൽ 27 വരെ. ഈ 2 വേദഭാഗത്തിലും 3 കാര്യങ്ങളുണ്ട്. മാതാവിൻ്റെ വാങ്ങിപ്പ്, മാതാവിൻ്റെ ജനനം, മാതാവിൻ്റെ ജീവിതം. മാത്യൂസ് സംഭാഷൻ്റെ ഓർമ്മ ഇവയെല്ലാം ഇവരോട് സമ്മേളിപ്പിക്കുകയാണ്. ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായി മാത്യൂസ് സംഭാഷൻ്റെ ഓർമ്മ പെരുന്നാൾ ആശ്രമത്തിലും അതിലപ്പുറം കുര്യാക്കോസ് പള്ളിയിലൊക്കെ നടക്കുന്നു. അവിടെയൊക്കെ നമുക്ക് സംബന്ധിക്കേണ്ടതായതുകൊണ്ട് ഇവിടെ വെച്ച് സങ്കേത ഭവനം മാത്യൂസ് സംഭാഷൻ്റെ പെരുന്നാൾ എന്ന ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17 അധ്യായം 22 മുതൽ 27 വരെ. ഗലീലയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു, അവനെ അവർ കൊല്ലുകയും അവർ 3-ാം ദിവസം ഉയർച്ച നിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വളരെ ദുഃഖിച്ചു. അവർ കഫർനഹൂമിൽ ചെന്നപ്പോൾ ഈ 2 ദ്രഹ്മപ്പണം ദേവാലയ നികുതി പിരിക്കുന്നവർ ഹീപ്പായുടെ അടുക്കൽ ചെന്ന്, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. ഉവ്വ് എന്ന് അവൻ പറഞ്ഞു. പിന്നീട് ഹീപ്പ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവൻ പറയുന്നതിന് മുമ്പ് യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കവും നികുതിയും പിരിക്കുന്നത് ആരോടാണ്? മക്കളോടോ അന്യന്മാരോടോ എന്ന് ചോദിച്ചു. അന്യന്മാരോട് എന്ന് ശിമോൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ മക്കൾ സ്വതന്ത്രരാണല്ലോ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിപ്പാൻ നീ കടലിൽ പോയി ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായ് പൊളിച്ചു നോക്കുക. ഒരു എസ്തീറ നീ കാണും, അതെടുത്ത് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. മാതാവിൻ്റെ ജനനത്തെയും മാതാവിൻ്റെ വാങ്ങിപ്പിനെയും ഓർക്കുന്ന സമയം മാതാവ് രഹസ്യമായി ചെയ്തൊരു കാര്യം, നമ്മുടെ എല്ലാവരുടെയും കടം വീട്ടുവാൻ പാപപരിഹാരത്തിന് യേശുവിനെ തൻ്റെ ഉള്ളിൽ വളർത്തി സൂക്ഷിച്ച് നമുക്ക് തന്നത് ആ എസ്തീറ മത്സ്യം നൽകിയതുപോലെ ഒരു സംഭാവനയാണെന്നുള്ള കാര്യം മാതാവിനോട് ബന്ധപ്പെട്ട് നമ്മൾ യാമപ്രാർത്ഥനയിൽ ചൊല്ലാറുണ്ട്. അതൊന്ന് മാതാവിനെ ഓർക്കുന്ന സമയം
അരവയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മ മരിച്ച ഒരു കുഞ്ഞ് എന്ന നിലയിൽ മാത്യു സ്രംബാജൻ പരിശുദ്ധ മാതാവിൻ്റെ പരിരക്ഷണയിലാണ് വളർന്നതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. എല്ലാ ദിവസവും മാതാവിനുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തി മാതാവിനെ സ്വന്തം അമ്മയെപ്പോലെ കരുതി ആ പരിലാളനയിൽ വളർന്ന ഒരു പരിശുദ്ധനായി നമുക്ക് പ്രചോദനം നൽകിയത് നമുക്ക് മാതൃകയാകട്ടെ. അങ്ങനെ മാതാവിൻ്റെ ജീവിതവും മാത്യു സ്രംബാജൻ്റെ ജീവിതവും എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതവും നമുക്ക് പ്രചോദനം നൽകി നമ്മുടെ സങ്കേത ഭവനത്തിൻ്റെ വാർഷിക ധ്യാനത്തിൽ കേട്ട സന്ദേശങ്ങളെല്ലാം അയവർഷിക്കൊണ്ട് ഈ കുർബാന സ്വർഗത്തിലെത്തിയ അത് അനുഗ്രഹവും സമാധാനമായതിന് ഇടയാകട്ടെ. നമ്മുടെ പാവങ്ങൾ ഇനി എന്തെങ്കിലും മോചിക്കാനുണ്ടെങ്കിൽ അതൊരിക്കൽ കൂടെ ഏറ്റുപറഞ്ഞ് പൊതുവായ പാവവചന പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഇന്നത്തെ കുർബാന അനുഗ്രഹമാകാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.